കഴിഞ്ഞ റജബ് മാസത്തിൽ സൗദി അറേബ്യയിലെ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് അലാ ഹുതാഹു എന്നൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അലാ ഹുതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുവടുകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലോകത്തിന് മുഴുവൻ തുറന്നു കൊടുക്കാൻ പോവാണ്. നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന വഴി അത് സങ്കല്പമല്ല, അനുമാനമല്ല, നിഗമനമല്ല, അത് ചരിത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇനി അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ടൂറിസ്റ്റുകൾ വരും. എന്തിന്? പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1446-47 കൊല്ലം മുമ്പ് നടന്നുപോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഹിസ്റ്ററി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ, ഒരു നേതാവ്, ഒരു ഗുരു വേറെ ആരുണ്ട് എന്ന് ലോകത്തോട് ചോദിക്കുകയാണ് അവർ തന്നെ. അതിനുള്ളൊരു അവസരമാണ്. നമുക്കും ആ വഴി ഇനിയും പോകണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഞ്ചരിച്ച വഴി ഇത്രമേൽ അടയാളപ്പെട്ട ശക്തമായ ചരിത്രമാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് പറയാൻ വേണ്ടിയാണ്. വേറെ ആരെയും ഇതുപോലെ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് കൂടി ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാണ്. ഈ വരുന്ന റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ മീലാദാണ്. 1447 + 53 1500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ മീലാദാണ്. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ത്വയ്ബ സെന്റർ ഉണ്ട് കൊല്ലത്ത്. അതിന്റെ ആഭിമുഖ്യത്തിൽ ഒരു അന്താരാഷ്ട്ര സീറ കോൺഫറൻസ് വിവിധ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള വലിയൊരു കോൺഫറൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ ഒരുപാട് നബിദിന സമ്മേളനം ഉണ്ടാവും. ഞങ്ങളുടെ തെക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ള അക്കാദമിക് സ്വഭാവത്തിലുള്ള സമ്മേളനമൊന്നും അധികം ഉണ്ടാവില്ല. നിങ്ങളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു വർഷമാണിത്. ത്വയ്ബ സെന്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കേന്ദ്രമാണ്. ഓഗസ്റ്റ് 30-31 തീയതികളിൽ വിവിധ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരടക്കം വരും. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് 10 വോള്യം പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. 5 വോള്യം മലയാളം ഇറങ്ങിക്കഴിഞ്ഞു, 3 വോള്യം ഇംഗ്ലീഷ് പബ്ലിഷ് ചെയ്തു. 10 വോള്യം പൂർത്തിയാക്കിയിട്ട് സീറത്തുൻ നബി കോൺഫറൻസിൽ സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള മഹത്തായ ഒരു സമ്മേളനത്തിലേക്ക് ഈ വരുന്ന റബീഉൽ അവ്വൽ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമെന്ന് പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1400 കൊല്ലം മുമ്പ് ഖബർ ശരീഫിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇന്ന് വരെ ലോകം കണ്ണടച്ചിട്ടില്ല. അങ്ങനത്തെ നേതാവാ. പറഞ്ഞത് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിലേക്ക് വെച്ചിട്ട് ഇന്ന് വരെ മദീന വിജനമായിട്ടില്ല. ജനങ്ങളുടെ മുമ്പിലാണ്, കണ്ണിലാണ്. പൂർണ്ണമായും അവിടെ നാളൊഴിഞ്ഞൊരു സമയമില്ല. 2 സമയമുള്ളൂ. ഒന്ന് അയ്യാമുൽ ഹറ, ആ സമയത്തും ബഹുമാനപ്പെട്ട മഹാന്മാരവിടെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കോവിഡ് കാലമാണ്. അന്നും പള്ളിയുടെ ഉള്ളിൽ നിന്ന് നാളൊഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു നേതാവ് ലോകത്ത് വേറെ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മറമാടപ്പെട്ടിട്ട് ഇന്ന് വരെ അവിടെ നിന്ന് വിജനമായിട്ടില്ല. ജനങ്ങളുടെ കണ്ണിൽ വിശ്രമിക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് വേറെ ഒരു നേതാവിനെയും ഇതുപോലെ പറയാനില്ല.